ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹൗ ടു ക്രിയേറ്റ് ഇൻട്രാക്റ്റീവ് ചാർട്ട് ഫോർ ക്വിക്കർ ഡിസിഷൻ. ഒരു ചാർട്ടിൽ തന്നെ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് കൊണ്ടുവരികയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ലൈഡിൽ, കാരണം എമൗണ്ടും ക്വാണ്ടിറ്റി വെച്ചിട്ട് ഓരോ കസ്റ്റമർ വൈസ് നമുക്കിവിടെ റിപ്പോർട്ട് കൊണ്ടുവരണം മന്ത്ലി. ദാറ്റ് മീൻസ് ഒരു എത്ര വലിയ ഡാറ്റയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ചാർട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ചില ഓപ്ഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, നമുക്ക് ഓൾറെഡി ഡാറ്റാബേസ് ഉണ്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഡാറ്റാബേസാണ്. ദാറ്റ് മീൻസ് മൊബൈൽ സെയിൽസും ക്വാണ്ടിറ്റി വൈസും എമൗണ്ട് വൈസും ഉണ്ട്, അതുപോലെ കസ്റ്റമർ വൈസും ഉണ്ട്. നമുക്കിവിടെ വേണ്ടത് കസ്റ്റമർ വൈസ് ഡാറ്റയാണ്, ക്വാണ്ടിറ്റിയും എമൗണ്ടും. ഞാൻ അതിന് മുമ്പായിട്ട് ഈ ഫുൾ ഡാറ്റ സെലക്ട് ചെയ്ത് നമുക്ക് നെയിം മാനേജർ ഓപ്ഷൻ കൊടുക്കുകയാണ് ഫോർമുല റൈറ്റ് ചെയ്യാൻ വേണ്ടി. ടോപ്പ് റോ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ടോപ്പ് റോ ആയിരിക്കും നമ്മുടെ നെയിം മാനേജറിൽ. റേഞ്ച് സെലക്ട് ചെയ്യുക. അതിന് ഫസ്റ്റ് അടുത്ത ഓപ്ഷനായിട്ട് മന്ത് വൈസ്, നമുക്ക് മന്ത് വൈസാണ് ഡാറ്റ വേണ്ടത്. ദാറ്റ് മീൻസ് ജാൻ ടു ഡിസംബർ വരെയുള്ള ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ഓരോ കസ്റ്റമർ അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ട് എമൗണ്ടും ക്വാണ്ടിറ്റിയും ലഭിക്കുന്നു. സെലക്ട് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷൻ പറഞ്ഞാൽ എനിക്ക് കസ്റ്റമർ ഡാറ്റ കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ ഡാറ്റാ ബേസിൽ വന്ന് കസ്റ്റമർ സെലക്ട് ചെയ്തു. കസ്റ്റമർ കോളം ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടിൽ ഓപ്ഷൻ വരിക. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് യൂണിക് ഐറ്റംസ് മാത്രം മതി, അതുകൊണ്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇനി അതുപോലെ അടുത്ത ഓപ്ഷൻ നമുക്ക് വേണ്ടത് എമൗണ്ടും ക്വാണ്ടിറ്റി വൈസാണ്. അപ്പോൾ ഇവിടെ എമൗണ്ടും ക്വാണ്ടിറ്റിയും ജസ്റ്റ് നമ്മൾ എഴുതുക. നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല പറഞ്ഞ സമ്മിപ്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചില ക്രൈറ്റീരിയ വേണം. അപ്പോൾ ഇവിടെ ഞാൻ എമൗണ്ട് ഇതെടുത്തിടും, അതുപോലെ തന്നെ ABC കോർപ്പറേഷൻ എടുത്തിടും. ഇനി നമുക്കറിയാം സമ്മിപ്സ് ഫോർമുല മുമ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ സമ്മിപ്സ് മൾട്ടിപ്പിൾ കണ്ടീഷനാണ് ഉപയോഗിക്കുന്നത്. സം റേഞ്ചായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ എമൗണ്ടാണ്. അത് ഞാനൊരു ഇൻഡയറക്റ്റ് ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്. കാരണം എനിക്ക് വേണ്ടത് ഇവിടെ ഡയറക്റ്റ്ലി എമൗണ്ട് വരുന്നതുകൊണ്ട് ഇൻഡയറക്റ്റാണ് കൊടുക്കുന്നത്. ഇൻഡയറക്റ്റ് D5 സെലക്ട് ചെയ്തു, കോമ. അതുപോലെ കസ്റ്റമർ റേഞ്ച് സെലക്ട് ചെയ്ത് കസ്റ്റമറിൻ്റെ ക്രൈറ്റീരിയ ABC കോർപ്പറേഷൻ കൊടുത്തു. ഇനി എനിക്ക് വേണ്ടത് മന്ത് വൈസാണ്. സോ മന്ത് ടൈപ്പ് ചെയ്ത് കോമ ജാനുവരി കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓരോ മാസത്തെയും ഡാറ്റ ഓരോ കസ്റ്റമർ വൈസ് കിട്ടി. ഞാനിവിടെ ഇനി ഇതുപോലെ ABC കോർപ്പറേഷൻ മാറ്റാണ് വിചാരിക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചേഞ്ച് ആവും. ഇതുപോലെ ഞാനിതിന് നമുക്ക് ലാക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറിയ ഫോർമുല ഉപയോഗിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ റൗണ്ട് ഓഫ് ചെയ്യാണ്. റൗണ്ട് ഫോർമുല കോമ 2, ദാറ്റ് മീൻസ് 2 ഡിജിറ്റ് ഡെസിമൽ 2 ഡിജിറ്റിലേക്ക് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് ഇത് ഓരോ കസ്റ്റമർ ചേഞ്ച് ചെയ്യുന്നതോറും ഇതിൻ്റെ എമൗണ്ട് ഓട്ടോമാറ്റിക് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് അവിടെ ഓപ്ഷനാണ് ക്വാണ്ടിറ്റിയും ഇതും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻസിൽ വന്നിട്ട് കസ്റ്റമൈസ് റിബണിൽ ഡെവലപ്പർ ടൂൾ ഇൻസെർട്ട് ചെയ്യാം. ഡെവലപ്പർ ടൂൾ ഇൻസെർട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫോം കൺട്രോൾ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇൻസെർട്ടിൽ ഫോം കൺട്രോളിൽ നമുക്ക് കോംബോ ബോക്സ് സെലക്ട് ചെയ്യണം. ദാറ്റ് മീൻസ് കോംബോ ബോക്സ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇൻപുട്ട് റേഞ്ച് കൊടുക്കുന്നത് കസ്റ്റമർ ഡാറ്റയാണ്. ഈ കസ്റ്റമർ ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫിഗർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് റേഞ്ചിൽ ഞാൻ ഫുൾ കസ്റ്റമർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് സെൽ ലിങ്ക് ആയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, ഈക്വൽ ടു ഏതെങ്കിലും ഒരു ലിങ്ക് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ എനിക്കിവിടെ ഏതെങ്കിലും കസ്റ്റമർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഓരോ നമ്പർ വന്നു. ദാറ്റ് മീൻസ് സെക്കൻഡ് നമ്പറാണ് A to Z കോർപ്പറേഷൻ. ചോയ്സ് സെലക്ട് ചെയ്യാൻ തേർഡ് നമ്പറാണ്. ഈ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഫിഗർ മാറണം. അത് നമ്മൾ ഇൻഡെക്സ് ഫോർമുല ഉപയോഗിക്കും. ഇൻഡെക്സ് ഫുൾ റേഞ്ച് സെലക്ട് ചെയ്യുക, ഓക്കെ, കോമ റോ നമ്പറായിട്ട് 3 സെലക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ആ സെല്ലിങ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കാണാം ഇവിടെ സെലക്ട് ചെയ്യുന്നതോറും ഇതിൻ്റെ അവിടെ വാല്യൂസ് ചേഞ്ചസ് ചെയ്യണത്. ദാറ്റ് മീൻസ് നമുക്ക് വളരെ ഇൻട്രാക്റ്റീവാണ്. ദാറ്റ് മീൻസ് ഒരു ഒറ്റ ഓപ്ഷൻ കൊണ്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് സിമ്പിൾ ഫോർമുല വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ സ്പിൻ ബട്ടൺ കൂടി ഇൻസെർട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു ടേബിളിൽ നമ്മൾ മുമ്പ് കാണിച്ചിരുന്ന പോലെ എമൗണ്ടും ക്വാണ്ടിറ്റി ലഭിക്കണം. സ്പിൻ ബട്ടൺ നമ്മൾക്ക് ഇവിടെ ഇതുപോലെ സെല്ലിംഗ് പോലെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ
ഒരു 2 സ്പിൻ ബട്ടണാണ് സെറ്റ് ചെയ്യണത്. കൺട്രോൾ ഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടുത്തത് വരും. ഓക്കെ, ഇതിന് ഞാൻ ഇവിടെ നമുക്ക് പേര് കൊടുക്കണം, സെല്ലിങ്ക് കൊടുക്കണം. ആദ്യം സെല്ലിങ്ക് ഞാൻ സിക്ക് മുമ്പ് മുകളിൽ എമൗണ്ട് മുകളിൽ C4 കൊടുക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ 1 വരും. സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ഞാനിവിടെ എമൗണ്ടും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും ടൈപ്പ് ചെയ്യണം. ക്വാണ്ടിറ്റിയും ടൈപ്പ് ചെയ്തു. ഇനി എനിക്കിവിടെ ഇതിൻ്റെ ചേഞ്ചസ് എങ്ങനെ വരുത്താമെന്നാണ്. ഇവിടെ ഈ കോളത്തിൽ ഞാൻ ഇൻഡെക്സ് ഫോർമുല ഉപയോഗിക്കുകയാണ്. ഇൻഡെക്സ് എമൗണ്ടും ക്വാണ്ടിറ്റി റേഞ്ച് സെലക്ട് ചെയ്ത് മുമ്പ് ചെയ്ത പോലെ തന്നെ കോമ സെല്ലിങ് സെലക്ട് ചെയ്തു, ദാറ്റ്സ് 2. ഇപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയിലേക്ക് 0 വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി 1 lakh ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മളിവിടെ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇഫ് ഫോർമുല ഉപയോഗിക്കുക. ഇഫ് ഫോർമുല പറഞ്ഞാൽ ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ C4 = 2 ആണെങ്കിൽ 1 ആണെങ്കിൽ ഈ ഫോർമുല, ദാറ്റ് മീൻസ് എമൗണ്ട് ബേസ് ചെയ്ത ഫോർമുല. അതല്ല ഇത് പറഞ്ഞത് 2 ആണെങ്കിൽ ഇഫ് C2 = 2 ആണെങ്കിൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് ഫോർമുല മാത്രം മതി. ദാറ്റ് മീൻസ് നമുക്ക് ബൈ 1 lakh വേണ്ട, അത് കോപ്പി ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ കിട്ടി. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ നിങ്ങൾക്ക് എക്സൽ ഫയൽ നമുക്ക് ഓൾറെഡി നമുക്ക് യൂട്യൂബിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ലഭിക്കും. അതുപോലെ നമ്മുടെ ബ്ലോഗിലും ലഭിക്കുന്നതാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അവിടെ ഓപ്ഷൻ ഓൾറെഡി ക്ലിക്ക് ചെയ്യുന്നതോറും ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റിയും എമൗണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചാർട്ടും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻസെർട്ടിൽ വന്നിട്ട് ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. നമുക്കിവിടെ ബാർ ചാർട്ട് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. 2D കോളത്തിൽ സിമ്പിളായിട്ടൊരു 3Dയിലൊരു ബാർ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡാറ്റ കൊടുക്കുക. ചാർട്ട് റേഞ്ചിൽ മന്ത് ടു ക്വാണ്ടിറ്റി ബേസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ചാർട്ട് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇവിടേക്ക് ഡാറ്റ ലേബിൾ കൂട്ടാം. നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ക്വാണ്ടിറ്റിയുടെയാണ് ഇത് കിടക്കുന്നത്. ഞാൻ എമൗണ്ടിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എമൗണ്ട് വരും. ഇതിന് നമുക്കിവിടെ അതുപോലെ കസ്റ്റമർ ബേസും ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കസ്റ്റമർ ബേസും എമൗണ്ട് ചേഞ്ച് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ചെയ്യാണ്. ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എത്ര എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മുമ്പ് ചെയ്ത പോലെ നമുക്ക് ഓരോ ഗ്രാഫിക്കിന് നമുക്ക് വിവിധ തരത്തിലാക്കാൻ പറ്റും. ഇവിടെ ടോട്ടൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ദാറ്റ് മീൻസ് ബാറിൻ്റെ ഈ ടേബിളിലെല്ലാം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഗ്യാപ്പ് കൂട്ടാം. ചാർട്ട് കുറച്ചുകൂടി വലുതാക്കാം. ഗ്യാപ്പ് കൊടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലേബിളും കൊണ്ടുവരാം നമുക്ക്. ഇപ്പോൾ ഞാൻ സെൽ ലൈൻ ക്ലിയർ ചെയ്യാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചാർട്ടിനെ ഡിഫറെൻ്റ് ആക്കാം. എന്ന് വെച്ച് കൂടുതൽ നമ്മൾ ചാർട്ട് ലെസണിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എമൗണ്ട് ബേസ് ആയിട്ടുള്ള ഫിഗർ വരും ലാക്സിൽ. അതേപോലെ തന്നെ ചാർട്ട് ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ഒരു എന്തെങ്കിലും ഫിഗർ കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ ലോജിക്ക് പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ വളരെ ക്വിക്കായിട്ട് നമുക്ക് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ നോ ഫിൽ കൊടുക്കണം. മുമ്പ് കണ്ട പോലെ നമ്മൾ ഫോർമാറ്റിങ്ങിൽ ഇത്രയും ഏരിയ സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ഇതെല്ലാം ഒരു ചാർട്ടിൻ്റെ ഭാഗം കാണിക്കാൻ വേണ്ടി ഫുൾ ഏരിയ സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഒരു ബോർഡർ ഇൻസെറ്റ് ചെയ്യാണ്, തിക്ക് ബോർഡർ ഇൻസെറ്റ് ചെയ്യാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വ്യൂവിൽ വന്നിട്ട് ഗ്രിഡ് ലൈൻസും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ ഇതിപ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഇതൊരു ചാർട്ടായി. ചാർട്ടിൽ നമുക്കിപ്പോൾ എമൗണ്ട് വൈസും ക്വാണ്ടിറ്റി വൈസും
എത്ര ഡാറ്റ വേണമെങ്കിലും അനലൈസിസ് സാധിക്കും. ഇത് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. ദാറ്റ് മീൻസ് നമുക്ക് നമ്പർ ഓഫ് ഡാറ്റാസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ യൂട്യൂബിലും അതുപോലെ നമുക്ക് ഇതിൻ്റെ ബ്ലോഗിലും നമുക്കിതിൻ്റെ വീഡിയോ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സൽ ഫയലും വർക്കിംഗ് ഫയലും നിങ്ങൾക്ക് ലഭിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ബൈ. സി യു. കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ കൂടുതൽ കോഴ്സ് പഠിക്കാനായിട്ട് നമ്മുടെ ബേസിക് ടു അഡ്വാൻസ് ലെവൽ കോഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബൈ. സി യു.